ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ജസ്റ്റ് നോളജ് ഹബ്. ഞാൻ എം ജെ. ഞാനിന്ന് വന്നിട്ടുള്ളത് നമ്മുടെ +1 ഫിസിക്സിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഡെറിവേഷനായ ബാങ്കിങ് ഓഫ് റോഡിൻ്റെ ഡെറിവേഷനുമായിട്ടാണ്. അപ്പം ഇത് ഏറ്റവും സിമ്പിളായ രീതിയിൽ ഏറ്റവും വേഗത്തിൽ നിങ്ങൾ മുന്നിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. സോ എന്ത് ചെയ്യുക, ഇത് വേഗത്തിൽ മനസ്സിലാവും. അതിൻ്റെ ഡയഗ്രാം മുതൽ അതിൻ്റെ ഡെറിവേഷൻ വരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇതെന്താ നമുക്ക് എന്ത് ചെയ്യാം, ഫൈനൽ എക്സാമിന് ഒരു എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ്. സോ എന്ത് ചെയ്യുക, അപ്പോൾ എന്ത് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ എന്താണ് ബാങ്കിങ് ഓഫ് റോഡ്? ഇത് നമ്മുടെ ഫൈനൽ എക്സാമിന് ഷുവറായിട്ട് ചോദിക്കുന്ന ഡെറിവേഷൻ ആണ്. അപ്പോൾ ഇത് പഠിച്ചിട്ട് പോവുക. അപ്പോൾ എന്താണ് ബാങ്കിങ് ഓഫ് റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ പല റേസിങ്ങിൽ കണ്ടിട്ടുണ്ടാവും. എന്താണ് റോഡ് ഇങ്ങനെ പൊന്തിച്ച് വെച്ചിട്ടുള്ളത്. നിങ്ങൾ ചിന്തിക്കും, അതെന്തിനാണ് അങ്ങനെ പൊന്തിച്ച് വെച്ചത്? എന്തോ അവർക്ക് താത്തി വെച്ചാൽ വളക്കാൻ സുഖമല്ലേ? അപ്പം വളക്കാൻ സുഖം ഏറിയത് കൊണ്ടാണ് അങ്ങനെ പൊന്തിച്ച് വെച്ചത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ റേസിങ്ങിൽ അവർക്ക് കൊടുത്ത് പെർമിസിബിൾ സ്പീഡിനേക്കാളും അധികം വളരെ കൂടുതലായിരിക്കും അവരുടെ സ്പീഡ്. അപ്പോൾ എന്ത് ചെയ്യും, അവരൊരു ലെവൽ റോഡ് ആണെങ്കിൽ ആ വളവ് അവർക്ക് വളക്കാൻ പറ്റില്ല. അത് അവർ നേരെ അങ്ങോട്ട് പോകും. അപ്പോൾ ഇത് പൊന്തിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അവർക്ക് വളക്കാനുള്ള സ്പേസ് കൂടുതൽ കിട്ടും ചെയ്യും. ഒരു എക്സ്ട്രാ സെൻട്രിപെറ്റൽ ഫോഴ്സും കിട്ടും ചെയ്യും. അതായത് ആ ഓർബിറ്റിൽ തന്നെ അവർക്കുള്ള സർക്കുലർ റോഡിൽ തന്നെ നിന്ന് ചെയ്യാനുള്ള ഒരു ഫോഴ്സ് എന്ത് ചെയ്യും കിട്ടും. അപ്പോൾ ആ ഒരു ഫോഴ്സ് കിട്ടാൻ വേണ്ടി, ആ സെൻട്രിപെറ്റൽ ഫോഴ്സ് കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ള ഈ സാധനം പൊന്തിച്ചിട്ടുള്ളത്. പൊന്തിച്ച് വെച്ചില്ലെങ്കിൽ നേരെ അങ്ങ് ഭിത്തിയിലാവും. വേറെ ഒന്നും പറയാനില്ല. പൊന്തിച്ച് വെച്ചാൽ എന്ത് ചെയ്യും, കൂടുതൽ സ്പേസ് കിട്ടും ചെയ്യും, സെൻട്രിപെറ്റൽ ഫോഴ്സും കിട്ടും ചെയ്യും. എന്താ സെൻട്രിപെറ്റൽ ഫോഴ്സ്? അവർക്ക് ആ ഓർബിറ്റിൽ തന്നെ കിടന്ന് ഇങ്ങനെ തിരിയാനുള്ള, കറക്റ്റ് ഓർബിറ്റിൽ നിന്ന് വിട്ടു പോവാതിരിക്കാനുള്ള ഒരു ഫോഴ്സ് ആണ് എന്ത്, സെൻട്രിപെറ്റൽ ഫോഴ്സ്. ആ സെൻട്രിപെറ്റൽ ഫോഴ്സ് അവർക്ക് കിട്ടുക തന്നെ ചെയ്യും. അപ്പം എന്താണ് നമ്മൾ പറഞ്ഞു, എന്താണ് ബാങ്കിങ് ഓഫ് റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് എന്താണ്, ഒരു സർക്കുലർ ലെവൽ റോഡിന്റെ ഇതാണ് എന്ത്, ഔട്ടർ എഡ്ജ്. അതായത് സർക്കുലർ ലെവൽ റോഡിന്റെ ഔട്ടർ എഡ്ജ് ഇന്നർ എഡ്ജിന്റെ മേലെ, ഔട്ടർ എഡ്ജ് എന്ത് ചെയ്യും, പൊന്തിച്ച് വെക്കുന്ന പരിപാടിയാണ് എന്ത്, നമ്മുടെ ബാങ്കിങ് ഓഫ് റോഡ്. അതിന്റെ ഡെഫിനിഷൻ ചോദിച്ചേക്കാം, ഒന്ന് നിങ്ങൾ പഠിച്ചു വെക്കണം. അപ്പൊ എന്താണ്, കൂടാതെ എന്ത് നൽകും, ഒരു സെൻട്രിപെറ്റൽ ഫോഴ്സ് നൽകും. അപ്പൊ ഞാൻ അതിന്റെ ചിത്രമൊക്കെ വളരെ നീറ്റായിട്ട് ഇവിടെ വരച്ചു വെച്ചിട്ടുണ്ട്. ഈ ചിത്രം ഒന്ന് കാണാതെ പഠിച്ചു പോകണ ഈ ഡയഗ്രാം നിങ്ങളോട് വരയ്ക്കാൻ ചോദിക്കും. അപ്പൊ ഞാൻ എങ്ങനെ ഈ ഡയഗ്രാം വന്നത് സിമ്പിൾ ആയിട്ട് വെക്ടർ ഡയഗ്രത്തിലൂടെ കാണിച്ചു തരാം. നോക്ക്, ഇതാണ് നമ്മൾ എന്ത്, നമ്മൾ ലെവൽ റോഡായിരുന്നു. ഞാൻ അതിനെ കുറച്ച് തീറ്റ അളവിൽ പൊന്തിച്ച് വെച്ചു. ഞാൻ എന്ത് ചെയ്തു, അതിന്റെ തീറ്റ ആംഗിളിൽ പൊന്തിച്ച് വെച്ചു. അപ്പൊ എന്താണ് അതിന്റെ വെയിറ്റ്, അതായത് ഞാൻ ഇവിടെ വേറെ ഒന്ന് വരച്ച് കാണിച്ചു തരാം. അതിൻ്റെതാ നോക്ക്, ഇതാണ് ആ ഒരു കാർ എന്ന് വിചാരിക്കുക. കാർ ഇത് ഇങ്ങനെ കയറി പോവാട്ടോ, ഇങ്ങനെയാണ് പോവാണ്. അപ്പൊ നിങ്ങൾ ചിന്തിച്ച് നോക്കി, ഇതിന്റെ വെയിറ്റ് എങ്ങോട്ടേക്കാവുന്നത്, വെയിറ്റ് mg ഇതേ താഴേക്ക്, വെയിറ്റ് mg താഴേക്ക്. അങ്ങനെ ഇത് നോർമൽ റിയാക്ഷൻ എന്താ, നോർമൽ റിയാക്ഷൻ എന്ത് വന്നാലും സർഫസിന് എന്താണ്, പെർപെൻഡിക്കുലർ ആണ്. ഇതാണ് സർഫസ്. ഈ സർഫസിന് പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എങ്ങനെയാണ് നോർമൽ റിയാക്ഷൻ ഫോഴ്സ് ഉണ്ടാവുക, നോർമൽ റിയാക്ഷൻ ആണ്. ഇനി നമുക്ക് ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടാവുമല്ലോ, വണ്ടി ഇത് അങ്ങോട്ടാണ് പോകുന്നത്. അപ്പൊ ഫ്രിക്ഷൻ ദേ ഇങ്ങോട്ടാണ്. ഇത് നമ്മുടെ ഫ്രിക്ഷൻ ദേ ഇങ്ങോട്ട്, അതിന് FS എന്ന് വിളിച്ചു, ഫ്രിക്ഷൻ FS. അടുത്തതാണ് എന്ത്, ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, ഈ നോർമൽ റിയാക്ഷനെ രണ്ട് കമ്പോണന്റ് ആക്കുക. കാരണം നോർമൽ റിയാക്ഷനിൽ നേരെയല്ല, വളഞ്ഞിട്ടൊക്കെ നിൽക്കുന്നത്. പുള്ളിക്കാരൻ രണ്ട് കമ്പോണന്റ് ആക്കുമ്പോൾ എന്ത് കിട്ടും, നമുക്ക് ഇത് ഒരാളിത് ഇങ്ങനെ വരും, ഒരാളിത് എന്ത് ചെയ്യും ഇങ്ങനെ, അടുത്ത ആൾ എന്ത് ചെയ്യും. അപ്പൊ ഈ അളവാണ് തീറ്റ എങ്കിൽ ഈ അളവ് തീറ്റ. അപ്പൊ നിങ്ങൾ ചിന്തിച്ച് നോക്കിയാൽ, ഞാൻ ഈ mg ഒന്നും കൂടി താഴത്ത് വരക്കാട്ടോ. അപ്പൊ ഈ ഒരു ആംഗിൾ നോക്കിയാൽ ഇത് 90 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ആംഗിൾ എന്താവും, ഇത് തീറ്റ, ഇത് 90, ഇത് 90 മൈനസ് തീറ്റ ആവും, 90 മൈനസ് തീറ്റ. ശരിയാണോ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇതിന്റെ അടുത്ത കമ്പോണന്റ് എങ്ങനെയാവും വരും, അത് ഇങ്ങനെ വരും. അടുത്ത കമ്പോണന്റ് ഇത് ഇങ്ങനെ വരും. അപ്പൊ ഇതെന്താണ്, അപ്പൊ നിങ്ങൾ നോക്കുക, ഇവര് തമ്മിൽ എന്താണ്, ഇത് ഈ ഒരു ആംഗിൾ തമ്മിൽ ആരൊക്കെ, ഇവര് നോക്കുക, ഇവര് തമ്മിൽ പെർപെൻഡിക്കുലർ ആണല്ലോ, ആണ്. അങ്ങനെയാണെങ്കിൽ ഇയാൾ 90 മൈനസ് തീറ്റയാണ്. ഇയാൾ എന്താണ്, ഒരു കള്ളിയിൽ ഒരാൾ 90 മൈനസ് തീറ്റ. അപ്പൊ അപ്പുറത്തെ ആളെന്താകും, ഇയാൾ 90 ആകും. സിമ്പിൾ. അതായത് ഇയാൾ എന്താവും, 90 മൈനസ് തീറ്റ ആണെങ്കിൽ ഇയാൾ എന്താവും, ഇവിടെ തീറ്റ ആകും. വളരെ എളുപ്പം. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ അടുത്ത് നോക്കുക, ഇനി ഇവര് തമ്മിൽ പെർപെൻഡിക്കുലർ ആരൊക്കെ, ഇത് ഇവര് തമ്മിൽ ഇങ്ങനെ ഒരു പെർപെൻഡിക്കുലർ ഉണ്ട്. ഇത് തീറ്റ ആണെങ്കിൽ അപ്പൊ ഇതെന്താകും, 90 മൈനസ് തീറ്റ ആകും. സിമ്പിൾ. 90 മൈനസ് തീറ്റ. ഇനി ഇത് 90 മൈനസ് തീറ്റ, ഇവര് തമ്മിൽ പെർപെൻഡിക്കുലർ ആണല്ലോ, ആരൊക്കെ, ഇത് ഈ ഒരു വെക്ടറും തമ്മിൽ, ഈ ഒരു മേലത്തെ വെക്ടറും തമ്മിൽ എന്താ പെർപെൻഡിക്കുലർ ആണ്. അതിന് ഇത് 90 മൈനസ് തീറ്റ ആണ്, ഇതെന്താ ഇവിടെ തീറ്റ. അപ്പൊ ഇതേ നോക്കിയാൽ ഇവിടെ തീറ്റ, അത് രണ്ട് തീറ്റ, പിന്നെ മൂന്നാമത്തെ ഒരു തീറ്റ. അങ്ങനെ എങ്ങനെയാണ് ആംഗിൾ വന്നത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അപ്പൊ ഒന്നും കൂടി എന്ത് ചെയ്യാം, മനസ്സിലാകാത്തതുകൊണ്ട് ഒന്നും കൂടി ബാക്ക് അടിച്ച് കാണാം, വേണമെങ്കിൽ ഒന്നും കൂടി പറഞ്ഞുതരാം. ഇത് mg, ഇവിടെ ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ഫോം ചെയ്യുന്നുണ്ട്. ഇത് തീറ്റ, ഇത് 90 ആണെങ്കിൽ മേലത്തെ ആംഗിൾ എന്താവും, ഇത് രണ്ടും കൂടി കുറച്ചതാവും മേലത്തെ ആംഗിൾ, 90 മൈനസ് തീറ്റ. അപ്പൊ എന്താണ്, ഇനി നോക്കുക, ഇത് തമ്മിൽ എന്താണ് 90 ആണ്. ആരൊക്കെ, ഇത് ഈ mg യും
പിന്നെ ഈ ഒരു കോൺ ആർ കോസ് തീറ്റ, ഇപ്പൊ ആരാണിത്? ഇത് ആർ സൈൻ തീറ്റയാണ്. ആർ സൈൻ തീറ്റയും തമ്മിൽ എന്താണ്? 19 ആണ്. അപ്പൊ ഇങ്ങനെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഇയാൾ 90 മൈനസ് തീറ്റയാണ് ഇവിടെ ഉണ്ടാവുന്ന ഒരു ആംഗിൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത് തീറ്റയാവും. ഇവിടെ ഉണ്ടാവുന്ന എന്താണ്? 90 മൈനസ് തീറ്റ. അപ്പൊ ഇത് തീറ്റയായി മാറും. പിന്നെ അതിന്റെ മേലെയുള്ള ഒരാൾക്കാർ തമ്മിൽ ഇത് ഇങ്ങനെ 90 ആണ്. ആരൊക്കെ? നോർമൽ റിയാക്ഷൻ തമ്മിൽ. അപ്പോൾ ഇവിടെ തീറ്റ ആണെങ്കിൽ ഇതെന്താവും? 90 മൈനസ് തീറ്റ ആവും. പിന്നെ ഇവര് തമ്മിൽ, പിന്നെ ഒന്നും കൂടി മേലേക്ക് വരക്കുമ്പോൾ ഇവര് തമ്മിൽ പെർപെൻഡിക്കുലർ ആണ്. ഇവര് തമ്മിൽ ഇത് ഇങ്ങനെ പെർപെൻഡിക്കുലർ ആണ്. ഞാൻ വരച്ചതിന് മിസ്റ്റേക്ക് കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവില്ല, പക്ഷെ അവർ തമ്മിൽ പെർപെൻഡിക്കുലർ ആണ്. നിങ്ങൾക്ക് ഡയഗ്രം നോക്കിയാൽ കാണാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്താ? അവർ തമ്മിൽ പെർപെൻഡിക്കുലർ, ഇയാൾ 90 മൈനസ് തീറ്റ, ഇയാൾ തീറ്റ. അപ്പൊ അങ്ങനെയാണ് ആംഗിൾസ് ഒക്കെ വന്നിട്ടുള്ളത്. അത് നല്ലോണം മനസ്സിലാക്കിയിട്ട് പോവുക, ഇല്ലെങ്കിൽ എവിടെയൊക്കെയാണ് ആ തീറ്റ ഉള്ളതെന്നൊന്ന് മനസ്സിലാക്കിയിട്ട് പോവുക. അപ്പൊ വെക്ടർ ഡയഗ്രം നോക്കുക. അത് വലുതായിട്ട് ഞാൻ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, അതിനെ മായ്ക്കുകയാണ്, അതിന്റെ ആവശ്യമില്ല. നമുക്ക് വെക്ടർ ഡയഗ്രം വരക്കാൻ പറഞ്ഞാൽ ഈ കളറുള്ള സാധനങ്ങൾ അങ്ങോട്ട് മാറ്റി വെച്ചാൽ മതി. ഞാൻ എന്താ ചെയ്തത്? ഇത് mg താഴേക്കുണ്ട്, പിന്നെ ആരുണ്ട്? നോർമൽ റിയാക്ഷൻ്റെ സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ടുണ്ട്. നോർമൽ റിയാക്ഷനെ ഞാൻ 2 കമ്പോണന്റ് ആക്കി. ഒന്ന് എംജിയോട് പാരലായി എംജിക്ക് നേരെ വരുന്ന ആർക്കോസ് തീറ്റയും, പിന്നെ ഒന്ന് സെന്ററിലേക്ക് പോകുന്ന, ഇതാണ് ആ റോഡിന്റെ സെന്റർ എങ്കിൽ ആ റോഡിന്റെ സെന്ററിലേക്ക് പോകുന്നത്. എന്നാൽ അവർ തമ്മിൽ 90 ഡിഗ്രി കിട്ടും. അവിടെ നിങ്ങൾക്കറിയില്ലേ, 2 വെക്ടേഴ്സിനെ കമ്പൗണ്ട് ആക്കി കഴിഞ്ഞാൽ 2 വെക്ടറും തമ്മിൽ 90 ഡിഗ്രി ആണ്. അപ്പൊ അങ്ങനെ 90 ഡിഗ്രി കിട്ടുമെങ്കിൽ ഒന്ന് ഇതിന്റെ സെന്ററിലേക്ക് പോകണം, അത് ആർ സൈൻ തീറ്റയും. ഇനി എഫ് എസ് അങ്ങോട്ട് പോവുകയാണെങ്കിൽ ഫ്രിക്ഷൻ താഴേക്കാണ് വരിക. അപ്പൊ എന്താണ്? ഫ്രിക്ഷനെ 2 കമ്പോണന്റ് ആക്കുമ്പോൾ ഒന്ന് ഇങ്ങോട്ടും വരും, ഒന്ന് ഈ നീലയിലൂടെ വരും. അതിലൊന്നാണ് എഫ് കോസ് തീറ്റ അല്ലെങ്കിൽ എഫ് എസ് കോസ് തീറ്റ. ഞാൻ എഫ് എസ് എന്ന് ഉണ്ടാക്കാം, എഫ് എസ് കോസ് തീറ്റ. പിന്നെ അവിടെ തീറ്റ ആയതുകൊണ്ടാണ് തീറ്റയുടെ അടുത്തുള്ള കമ്പോണന്റ് എഫ് എസ് കോസ് തീറ്റയും തീറ്റയിൽ നിന്ന് അകലെയുള്ള കമ്പോണന്റ് എഫ് എസ് സൈൻ തീറ്റയാണ്. ഇവിടെ തീറ്റയുടെ അടുത്തുള്ളത് ആർ കോസ് തീറ്റയും ഇവിടെ ആർ സൈൻ തീറ്റ. തീറ്റ വന്നവർക്ക് നല്ലോണം മനസ്സിലാക്കണം. അപ്പൊ ഇനി വളരെ എളുപ്പമാണ്. താഴേക്കും മേലേക്കുള്ള ഫോഴ്സുകൾ അങ്ങ് ഇക്വേറ്റ് ചെയ്താൽ മതി. താഴെ ഓപ്പോസിറ്റ് ആയി കിടക്കുന്ന ഫോഴ്സുകൾ ഇക്വേറ്റ് ചെയ്യാം. ഇവിടെ നോക്കുക, ഇവിടെ ആരാ ഓപ്പോസിറ്റ് ആയി കിടക്കുന്നത്? അതായത് ഇതാ നോക്ക്, മേലേക്ക് ആരാളുള്ളത്? മേലേക്ക് ഒരു ആർക്കോസ് തീറ്റ ഉണ്ട്. താഴേക്ക് ആരുണ്ടാ? എം ജി പ്ലസ് എഫ് എസ് സൈൻ തീറ്റ ഉണ്ട്. അപ്പൊ നമുക്ക് എഴുതാലോ, എം ജി പ്ലസ് എഫ് എസ് സൈൻ തീറ്റ എന്താണ്? എം ജി പ്ലസ് എഫ് എസ് സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു എന്താടാ? ആർ കോസ് തീറ്റക്ക് ഈക്വൽ ആണെന്ന് എഴുതിക്കൂടെ? താഴേക്കുള്ള മേലേക്കുള്ള ഫോഴ്സ് ഈക്വൽ ആയാലല്ലേ കാർ ഒരുപോലെ നിൽക്കുള്ളൂ, അല്ലെങ്കിൽ കാർ പറഞ്ഞു പോലെ ഇല്ല. അപ്പൊ താഴേക്കുള്ള മേലേക്കുള്ള ഫോഴ്സ് ഒരുപോലെ ആയതുകൊണ്ട് ഞാൻ അങ്ങനെ എഴുതിയത്. അപ്പൊ ഇതിൽ നിന്ന് എം ജി എന്തെന്ന് പറയാടാ? എം ജി ഇസ് ഈക്വൽ ടു ആർ കോസ് തീറ്റ മൈനസ് എഫ് എസ് സൈൻ തീറ്റ എന്ന് പറഞ്ഞൂടെ? ആർ കോസ് തീറ്റ മൈനസ് എഫ് എസ് സൈൻ തീറ്റ. ഇതിനെ ഞാൻ എന്ത് ചെയ്തി? ഫസ്റ്റ് ഇക്വേഷൻ ആക്കി എടുത്തു. രണ്ടാമത്തെ കാര്യം നോക്കുക. ഇനി ഇതാ അടുത്തൊരാളും കൂടി ഉണ്ടല്ലോ. ആരാണ്? ഇനി ഇവിടെ നോക്ക് നിങ്ങൾ, നമുക്കറിയാം ഒരു ഫോഴ്സ് സെന്ററിലേക്കാണെങ്കിൽ ആ ഫോഴ്സിന് എന്ത് വിളിക്കും? നമ്മൾ സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്ന് വിളിക്കും. അപ്പൊ ഇവിടെ സെന്ററിലേക്കാണല്ലോ ഈ 2 ഫോഴ്സും. അപ്പൊ ഈ സെന്ററിലേക്കുള്ള ഫോഴ്സ് ആരൊക്കെയാണ്? സെന്ററിലേക്കുള്ള ഫോഴ്സ് എഫ് എസ് കോസ് തീറ്റയും ആർ സൈൻ തീറ്റയും. അപ്പൊ അവരാണ് എന്ത് ചെയ്യുക? ഇവർക്ക് സെൻട്രിപെറ്റൽ ഫോഴ്സ് നൽകുക. അപ്പൊ ആരാ അവിടെ സെൻട്രിപെറ്റൽ ഫോഴ്സ് ആയിട്ട് ആക്ട് ചെയ്യണമെന്ന് 1 വേർഡ് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? സെന്ററിലേക്ക് പോകുന്ന ആളാണ് സെൻട്രിപെറ്റൽ ഫോഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുക. ഇവിടെ സെന്ററിലേക്ക് പോകുന്നത് ആർ സൈൻ തീറ്റയും എഫ് എസ് കോസ് തീറ്റയാണ്. സെന്ററിലേക്ക് പോകുന്ന ആൾക്കാരാണ് സെൻട്രിപെറ്റൽ ഫോഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുക. അപ്പൊ ഇവിടെ സെൻട്രിപെറ്റൽ ഫോഴ്സിന്റെ ഇക്വേഷൻ ഒന്ന് പഠിച്ചു വെക്കണം. എം ഇൻറ്റു വി സ്ക്വയർ ബൈ ആർ. എം ഇൻറ്റു സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ ആണ് സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എം അതേപോലെ എഴുതി, സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ വി സ്ക്വയർ ബൈ ആർ. അപ്പൊ ഇവിടെ നമുക്ക് മനസ്സിലായി എം ഇൻറ്റു വി സ്ക്വയർ ബൈ ആർ, അതായത് സെൻട്രിപെറ്റൽ ഫോഴ്സ്. ഇതാരാണ്? സെൻട്രിപെറ്റൽ ഫോഴ്സ് ആണ്. അത് ആർക്ക് ഈക്വൽ ആണ്? അതെ, ഇവർ രണ്ടാളാണ് സെൻട്രിപെറ്റൽ ഫോഴ്സ് നൽകുന്നത്. ആരൊക്കെയാണത്? ആർ സൈൻ തീറ്റ പ്ലസ് എഫ് എസ് കോസ് തീറ്റ. ഇത് ഞാൻ രണ്ടാമത്തെ ഇക്വേഷൻ ആക്കി എടുത്തു. അപ്പൊ ഇനി എന്ത് ചെയ്യും? ഞാൻ 2 ഡിവൈഡഡ് ബൈ 1 ചെയ്യാൻ പോവാ. 2 ഡിവൈഡഡ് ബൈ 1 ചെയ്യുമ്പോൾ എന്താ കിട്ടുക നോക്കാം നമുക്ക്. 2ന്റെ എൽ എച്ച് എസും ഡിവൈഡ് ചെയ്യണം, ആർ എച്ച് എസും ഡിവൈഡ് ചെയ്യണം. 2ന്റെ എൽ എച്ച് എസ് ആരാണ്? എം വി സ്ക്വയർ ബൈ ആർ ഡിവൈഡഡ് ബൈ അവിടെ എൽ എച്ച് എസ് ഓഫ് 1 ആയതാണ് എം ജി ഇസ് ഈക്വൽ ടു എന്താണ്? ഇനി നോക്കട്ടെ, ഇനി എന്താ ഉണ്ടാവുക? ഇനി ആർ എച്ച് എസ് ഓഫ് ആയതാണ് 2. ആർ എച്ച് എസ് ഓഫ് 2 ആണിത്. എന്താണ്? റൈറ്റ് ഹാൻഡ് സൈഡ് ഓഫ് 2. ഇക്വേഷൻ 2ന്റെ റൈറ്റ് ഹാൻഡ് സൈഡ് ആണെന്ത്? ആർ സൈൻ തീറ്റ പ്ലസ് എഫ് എസ് കോസ് തീറ്റ ഡിവൈഡഡ് ബൈ, ഇനി എന്താണ്? ഇക്വേഷൻ 1ന്റെ ആർ എച്ച് എസ് നോക്കാം. ആർ കോസ് തീറ്റ മൈനസ് എഫ് എസ് സൈൻ തീറ്റ.
ഓക്കെ, ഇനി ഇവിടെ നോക്കി നിങ്ങൾ ഈ എമ്മും ഞാൻ കട്ട് ചെയ്തു. ഇവിടെ ഒരു 1 ഉള്ളതായി സങ്കല്പിച്ച് കഴിഞ്ഞാൽ തിരിച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ജി എന്ത് ചെയ്യും, ഇവിടെ വന്ന് ചേരും. അപ്പൊ ഞാൻ ഈ 1 ഒക്കെ ഒഴിവാക്കുക, ജി എന്ത് ചെയ്യും, മേലെ കയറുന്നു പഠിക്കുക, കാരണം തിരിച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ. അപ്പൊ 2/1, ബാക്കി ആരുണ്ട് ഇവിടെ മേലെ ഒരു v² ഉണ്ട്, 6 ഉണ്ട് താഴെ, ഈ ജി മേലേക്ക് വരും. ഈക്വൽ ടു ബാക്കിയുള്ള ആൾക്കാരുടെ അടുത്ത് എഴുതുക, r sin θ plus fs cos theta divided by r cos theta minus fs sin theta. വളരെ എളുപ്പം. ഇനി ഒരു പണി ചെയ്യാനുള്ളൂ, ഞാൻ ഇവിടെ എല്ലാം ഈ റൈറ്റ് ഹാൻഡ് സൈഡിൽ മാത്രം എല്ലാവരും ഒരു കോസ് തീറ്റ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പം ഡിവൈഡ് ആർ എച്ച് എസ് കോസ് തീറ്റ, ഡിവൈഡ് ആർ എച്ച് എസ് കോസ് തീറ്റ. അപ്പൊ എന്ത് ചെയ്യാൻ, നിങ്ങൾ ഡിവൈഡ് കോസ് തീറ്റ ഇൻ ആർ എച്ച് എസ്, ഡിവൈഡ് കോസ് തീറ്റ ഇൻ ആർ എച്ച് എസ്. ആർ എച്ച് എസിൽ മാത്രമല്ല അവർ ഈ കോസ് തീറ്റ കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, അവിടെ ഇക്വേഷൻ ഒരു മാറ്റവും വരില്ല, കാരണം ആ കോസ് തീറ്റകൾ കട്ടായി പോയി കഴിഞ്ഞാൽ ഇക്വേഷൻ ഒരു മാറ്റം വരില്ല. അപ്പൊ ഞാൻ ഇക്വേഷൻ മാറ്റം വരാത്ത രീതിയിൽ എന്ത് ചെയ്യാണ്, കോസ് തീറ്റ എല്ലാവരെയും ഡിവൈഡ് ചെയ്യണം. ആർ എച്ച് എസിൽ മാത്രം v²/rg is equal to, അതിനൊരു മാറ്റമില്ല, അത് LHS ആണ്. ഇനി ഇവിടെ r sin θ ഡിവൈഡഡ് ബൈ ഒരു കോസ് തീറ്റ വരുമല്ലോ, കാരണം നമ്മൾ ഒരു കോസ് തീറ്റ കൊണ്ട് ഇതിനെ ഡിവൈഡ് ചെയ്തു, പ്ലസ് ഇനി fs cos θ ഡിവൈഡഡ് ബൈ ഒരു കോസ് തീറ്റ വരുമല്ലോ, കാരണം നമ്മൾ ഇതിനെയും കോസ് തീറ്റ കൊണ്ട് ഡിവൈഡ് ചെയ്തു, മേലത്തെ രണ്ടാൾക്കാരെയും കോസ് തീറ്റ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി ആ ഓൾ ഡിവൈഡഡ് ബൈ താഴെയുള്ള ആൾക്കാരെയും ചെയ്യട്ടെ. താഴെയുള്ള ആൾക്കാർ ആരൊക്കെയാണ്, r cos θ ഡിവൈഡഡ് ബൈ ഒരു കോസ് തീറ്റ മിന്നാറാണ് മൈനസ് fs sin θ ഡിവൈഡഡ് ബൈ ഒരു കോസ് തീറ്റ. അപ്പൊ എല്ലാവരും ഞാൻ ഇത് കോസ് തീറ്റ കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഇനി നിങ്ങൾ നോക്കിയേ, ഈ കോസ് തീറ്റയും കട്ട്, ഈ കോസ് തീറ്റയും കട്ട്. സൈൻ തീറ്റ ബൈ കോസ് തീറ്റ എന്താ, ടാൻ തീറ്റ. സൈൻ തീറ്റ ബൈ കോസ് തീറ്റ എന്താ, ടാൻ തീറ്റ. അപ്പൊ v², അപ്പൊ എന്തായി, v²/rg എന്ത് കിട്ടിയടാ, v²/rg നോക്കിയേ, r sin θ ബൈ കോസ് തീറ്റ എന്ന് പറയുമ്പോൾ എന്തായി, സൈൻ തീറ്റ ബൈ കോസ് തീറ്റ ടാൻ തീറ്റ, r അവിടെ ഉണ്ട്. അപ്പൊ എന്തായി, r ടാൻ തീറ്റ. പിന്നെ ബാക്കി ഒരു പ്ലസ്, അത് അതേപോലെ ഇടാം. പിന്നെ എഫ് എസ് മാത്രമേ ഉള്ളൂ, കോസ് തീറ്റ കട്ടായി കഴിഞ്ഞാൽ ബാക്കി ഒരു എഫ് എസ് മാത്രം ഡിവൈഡഡ് ബൈ. പിന്നെ അടുത്തത് ഇനി ഇവിടെ ആളുള്ളത്, ഇവിടെ കോസ് തീറ്റയും കട്ടായപ്പോൾ 6 മാത്രമേ ബാക്കിയുള്ളൂ, ആ 6ന് എഴുതാം മൈനസ് എഫ് എസ് സൈൻ തീറ്റ ബൈ കോസ് തീറ്റ ടാൻ തീറ്റ, പിന്നെ ഒരു എഫ് എസ് അവിടെ ഉണ്ട്, അപ്പൊ എന്തായി എഫ് എസ് ടാൻ തീറ്റ എന്ന് എഴുതാം. ഇനി നിങ്ങൾ നോക്കുക, നമുക്കറിയാലോ എഫ് എസിന്റെ ഇക്വേഷൻ പുട്ട്, എഫ് എസിന്റെ ഇക്വേഷൻ അറിയാലോ, എഫ് എസ് എന്താണ്, മ്യൂ എസ് ആർ എന്ന് പറയുന്ന ഇക്വേഷൻ അറിയാലോ. എഫ് എസിന്റെ ഇക്വേഷൻ എന്താണ്, അപ്പൊ നമുക്ക് എന്താ പുട്ട് എഫ് എസ് ഇസ് ഈക്വൽ ടു മ്യൂ എസ് ആർ. എന്താണ്, ഫോഴ്സ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നോർമൽ റിയാക്ഷൻ. അങ്ങനെയാണെങ്കിൽ അവിടെ വരുന്ന ഒരു കോൺസ്റ്റന്റ് ആണ് മ്യൂ എസ് ആർ. ഈ ഇക്വേഷൻ നിങ്ങൾ ഈ ഒരു ഡെറിവേഷൻ ഇമ്പോർട്ടന്റ് ആയ ഇക്വേഷൻ ആണ്, പഠിച്ചിരിക്കണം. അപ്പൊ എന്തായി, v²/rg എന്തായി മാറിയടാ, നോക്ക്, r tan θ പ്ലസ് എഫ് എസിന്റെ പകരം ആർ ഇട്ട് കൊടുക്കുക, മ്യൂ എസ് ആറിന് ഇട്ട് കൊടുക്കുക, ഒരു പണിയില്ല, ഡിവൈഡഡ് ബൈ. ഇനി ഇവിടെ ആറിന്റെ പകരം ആർ തന്നെയാണ്, കാരണം എഫ് എസിന് അവിടെ മാറ്റമുള്ളൂ. എഫ് എസിന്റെ പകരം ആർ ഇട്ട് കൊടുക്കുക, മ്യൂ എസ് ആർ. പിന്നെ ടാൻ തീറ്റ അവിടെ മറക്കരുത്, ഒരാളെയും മറന്നു പോകരുത്, അത് നിങ്ങൾ പ്രത്യേകം ഓർക്കണം. മേലെ രണ്ടിടത്തും 6 ഉണ്ട്, 6നെ പുറത്തേക്ക് എടുക്കാം. താഴെ 2 സ്ഥലത്തും 6 ഉണ്ട്, 6നെ പുറത്തേക്ക് എടുക്കാം. രണ്ടിടത്ത് കോമൺ ആയിട്ടുള്ള ആൾക്കാരെ നമുക്ക് പുറത്തേക്ക് എടുക്കാൻ പറ്റും. അപ്പൊ ഞാൻ എന്ത് ചെയ്യാം, മേലെ രണ്ടിടത്തും 6 കോമൺ ഉണ്ട്, താഴെ 6 കോമൺ ഉണ്ട്, 6 കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ ഞാൻ അവരിന്ന് പുറത്തേക്ക് എടുത്തു. അപ്പൊ എന്തായി, v²/rg is equal to, ആ 6നെ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ഈ ഭാഗത്ത് 6 ഉണ്ടാവും, ഈ ഭാഗത്ത് 6 പോയി കഴിഞ്ഞാൽ ബാക്കി ഒരു ടാൻ തീറ്റ മാത്രം, പ്ലസ് ഇവിടെ ഈ 6 പോയി കഴിഞ്ഞാൽ ബാക്കി ആരുണ്ടാവും, ഒരു മ്യൂ എസ് മാത്രം, പിന്നെ ഡിവൈഡഡ് ബൈ. ഇവിടെ ഈ 6 പോയി, 6നെ പുറത്തെടുത്ത്, ഇവിടെ ആരുണ്ടാവും, ഇവിടെ ഒരാളുണ്ടാവില്ല, ഒരാളില്ലാന്ന് പറഞ്ഞാൽ അവിടെ ഒന്നുണ്ടെന്ന് അർത്ഥം, മൈനസ്. പിന്നെ ആരാണ് അവിടെ ഉള്ളത്, മ്യൂ എസ്. 6 പോയി കഴിഞ്ഞാൽ ഈ 6 പോയി, അപ്പൊ ആരുണ്ട്, മ്യൂ എസ് ടാൻ തീറ്റ ഉണ്ട്. ഈ 6ഉം ക്യാൻസൽ ആക്കി, 6ഉം എന്തായി ക്യാൻസൽ ആക്കി, ബാക്കി ആരുണ്ട്, v²/rg is equal to tan theta plus mu s divided by 1 minus mu s tan theta. ഇനി ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, v². അപ്പൊ എന്തായി മാറൂടാ, v² എന്തായി, ഈ rg അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, rg ഇൻറ്റു ആറാണ്ടാവുക ഈ വാല്യൂ. ഇതിനാ തിരിച്ചിട്ട് എന്ത് ചെയ്യാൻ പോവാ, മ്യൂ എസ് പ്ലസ് ടാൻ തീറ്റ എന്ന് എഴുതിക്കൂടെ, മ്യൂ എസ് പ്ലസ് ടാൻ തീറ്റ. വായിക്കാനുള്ള സുഖത്തിന് വേണ്ടി ഞാൻ എന്ത് ചെയ്യാൻ പോവാം, മ്യൂ എസ് പ്ലസ് ടാൻ തീറ്റ എന്ന് എഴുതാൻ പോവാണ്, ഡിവൈഡഡ് ബൈ 1 മൈനസ് മ്യൂ എസ് ടാൻ തീറ്റ. എന്തെഴുതി, ഞാൻ മേലൊന്നും മാറ്റി പറ്റില്ല, ആർജിനെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്തു, ആർജി എന്ത് ചെയ്തു, അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്തു, അത്രേ ഉള്ളൂ. അപ്പൊ ഇനി വി എന്താണ്, വി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ആർജി അതേപോലെ നിർത്തി ഇൻറ്റു
ആരാടാ mu s പ്ലസ് ടാൻ തീറ്റ ഡിവൈഡഡ് ബൈ 1 മൈനസ് mu s ടാൻ തീറ്റ. അപ്പൊ എന്തായി, വിന്റെ ഇക്വേഷൻ കിട്ടി. അപ്പൊ ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ, അതായത് ഈ ഇക്വേഷനാണ് നമ്മൾ എന്തെന്ന് പറയടാ, ഈ ഒരു ഇക്വേഷൻ ഇത് വി മാക്സ് ആണ്, ഇവിടെ പോകാൻ പറ്റുന്ന മാക്സിമം സ്പീഡാണ്. ദിസ് സ്പീഡ് ഈസ് കോൾഡ് പെർമിസിബിൾ സ്പീഡ്. അപ്പൊ എന്താണ്, ഇവിടെ പോകാൻ പറ്റുന്ന മാക്സിമം പെർമിസിബിൾ സ്പീഡ് ഇതാണ്. ഇതിനപ്പുറം ഇതിന്റെ ഒരു ഇങ്ങോട്ട് കുറഞ്ഞാൽ കുഴപ്പമില്ല, പക്ഷെ അങ്ങോട്ട് കൂടിക്കഴിഞ്ഞാൽ ഉറപ്പാണ് സ്കിഡ് ചെയ്തിരിക്കും. അപ്പൊ ഈ പെർമിസിബിൾ സ്പീഡിനേക്കാൾ കൂടിക്കഴിഞ്ഞാൽ എന്താ പ്രശ്നം, സ്കിഡ് ചെയ്തിരിക്കും. അപ്പൊ ഇനി നിങ്ങൾ ചിന്തിച്ചു നോക്കി, ഇതിൽ ഫ്രിക്ഷന്റെ ടൈം ഇതാണ് mu s എന്ന് പറഞ്ഞാൽ എന്താണ്, കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ, അതൊരു ഫ്രിക്ഷന്റെ ആളാണ്. അതായത് ഇവിടെ ഫ്രിക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് mu s നെയാണ്. അപ്പൊ ഇഫ് എന്താണ്, ഈ പെർമിസിബിൾ സ്പീഡ് ഉണ്ട്, ഇഫ് mu s is equal to 0, that is friction is equal to 0. ഇവിടെ mu s 0 ആയി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ബാക്കി ആര് മാത്രമേ ഉണ്ടാവുള്ളൂ, v max is equal to root. ഇവിടെ mu s 0 ആയി പോയി, അപ്പൊ അവിടെ ബാക്കി ടാൻ തീറ്റ മാത്രം. അപ്പൊ rg, അപ്പൊ എന്താണ്, mu s പ്ലസ് ടാൻ തീറ്റ ഡിവൈഡഡ് ബൈ എന്താണ് 1 മൈനസ് mu s ടാൻ തീറ്റ മൊത്തത്തിൽ 0 ആയി പോയി. ഇത് mu s ഇവിടെ 0 ആയി കഴിഞ്ഞാൽ 0 ഇൻറ്റു ടാൻ തീറ്റ 0 ആണ്, 1 മൈനസ് 0 1 ആണ്. അപ്പൊ ഇവിടെ ആര് മാത്രമേ ഉണ്ടാവുള്ളൂ, rg ടാൻ തീറ്റ മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ. mu s ഒന്ന് 0 ഇട്ട് കൊടുത്തു നോക്കിയാൽ മതി, rg ടാൻ തീറ്റ മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ. ഈ സ്പീഡിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക, ഇത് ഒരു പെട്ടിയിലാക്കുക, ഇതെന്ത് ചെയ്യടാ ഒരു പെട്ടിയിലാക്കുക. ഇനി ഈ സ്പീഡിനെ നമ്മൾ എന്തെന്ന് വിളിക്കോടാ, ഒപ്റ്റിമം സ്പീഡ്. ദിസ് സ്പീഡ് ഈസ് കോൾഡ് ഈ സ്പീഡിനെ എന്തെന്ന് വിളിക്കുക, ഒപ്റ്റിമം സ്പീഡ് എന്ന് വിളിക്കുക. ഒപ്റ്റിമം സ്പീഡ്, ഫ്രിക്ഷനിൽ പോകാൻ പറ്റുന്ന മാക്സിമം സ്പീഡാണ് എന്ത്, ഒപ്റ്റിമം സ്പീഡ്. ഫ്രിക്ഷൻ ഇല്ലാത്ത സ്ഥലത്ത് പോകാൻ പറ്റുന്ന സ്പീഡാണ് എന്ത് ഒപ്റ്റിമം സ്പീഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയേ ഉള്ളൂ ഈ ഡെറിവേഷൻ കുറച്ച് ടഫായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഇതൊന്ന് കണ്ടു നോക്കുക. എനിക്ക് ഇത്ര പറയാനുള്ളൂ, മനസ്സിലാവാത്ത ഭാഗങ്ങൾ ഒന്നും കൂടി എന്ത് ചെയ്യുക, കണ്ടു നോക്കുക. കാരണം ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഡെറിവേഷൻ ആണ് ബാങ്കിങ് ഓഫ് റോഡിൻ്റെ. ഈ ഒരു എക്സാമിന് മോഡൽ എക്സാമിന് ചോദിച്ചിരുന്നു, ആഫറിലേക്കും ചോദിച്ചിരുന്നു. അപ്പോൾ ഫൈനലിൽ ഒന്നും കൂടി പ്രതീക്ഷിക്കാം. ധൈര്യമായിട്ട് എന്ത് ചെയ്യുക, പഠിച്ചു പോവുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇവിടെ എന്തെങ്കിലും മനസ്സിലാവാത്തുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് പറഞ്ഞേക്കും, ഞാൻ പറ്റുന്ന അത്രയും റിപ്ലൈ ചെയ്യാൻ നോക്കാം. അപ്പോൾ എന്താടാ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സോ ബൈ.